ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ അനിയന്റെ സ്വത്ത് നിന്റെ അനിയന്റെ കയ്യിലിരിക്കുന്നു. അതിനുവേണ്ടി കൊച്ചച്ഛൻ അരയും തലയും മുറുക്കി തോക്കും കൊണ്ട് നടക്കുന്നു. ഞങ്ങള് വെറും കാഴ്ചക്കാരാ. ആരെങ്കിലും ചത്തുവീണ ഹോസ്പിറ്റലിൽ കൊണ്ടോ മാത്രം ബാധിതപ്പെട്ടവരാ. ഇതിനെല്ലാത്തിനും പിന്നിലും നിന്റെ ഇയാളുടെയും ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബുദ്ധിയില്ലാത്ത ഉപേന്ദ്രനെ ആയുധം കൊടുത്ത് കളത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് ആട്ടം കാണാൻ തയ്യാറായിട്ട് നിൽക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി നിന്റെയൊക്കെ ദൃഷ്ടി ഇവന്റെ മേലെങ്ങാനും പതിഞ്ഞ രണ്ടിന്റെ കുടുംബം ഞാൻ കോഞ്ഞാട്ടാക്കി കളയും. കേറി, അതിനെനിക്കൊരു വാടക ഗുണ്ടയുടെ ആവശ്യം വരില്ല. നേരിട്ട് വന്ന് ചെയ്യും, ചെയ്തിട്ടുമുണ്ട് പലവട്ടം. ഇനി അടിയിടിയായിട്ടാണ് മുന്നോട്ട് പോവാൻ തീരുമാനിക്കുന്നെങ്കിലേ കുറെ നാളുകൾക്ക് മുമ്പുള്ള ചരിത്രം ഒരൊറ്റയാം പോരാട്ടത്തിന്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും ഇടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. വിഷ്ണു ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം രണ്ടുപേരും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കോ. കൊല്ലാനും കൊന്നു കൊല വിളിക്കാനും വിഷ്ണു ഒട്ടും പുറകോട്ടല്ലെന്ന് അറിയാലോ. ഇതൊരു വാണിങ്ങാ. കലാശക്കൊട്ടിന് മുമ്പേയുള്ള ഒരു ചിഹ്ന അറിയിപ്പ്. നീയൊക്കെ ഇതില് നിർത്താൻ ഭാവമില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ ചിന്തിച്ചോളാം. കേട്ടാ? വരട്ടടി. ഇത് നിന്റെ വീട്ടിലെ പ്രശ്ന. നീയും നിന്റെ അച്ഛന്റെ അനിയനും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം. അതിൽ ഞങ്ങളെ വലിച്ചഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോണ്ട് രണ്ടുപേരും പരിശുദ്ധ പുണ്യാളന്മാരെ ആവണ്ട. എന്റെ അച്ഛന്റെ അനിയനെ ഇതിലേക്ക് വലിച്ചഴിച്ച് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് നിങ്ങൾ രണ്ടുപേരും കൂടിയാ. അതിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടി. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ സന്തോഷ വാർത്തയോട് ഞാനങ്ങ് അറിയിക്കാം. എന്തായാലും വീടിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധമാണല്ലോ, ഇനി ഇതങ്ങ് കൊഴുക്കണം. അതിനെ ഞങ്ങൾ കുടുംബസമേത ആ വീട്ടിൽ താമസം തുടങ്ങാൻ പോവാ. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്ത് കാണിക്കണി. പൊന്നം രോഹിതേ, വാടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചിറ്റപ്പൻ എന്താ മിണ്ടായിരുന്നേ? എന്താ നാവങ്ങ് ഇറങ്ങിപ്പോയോ? അതും വലിയ അസിസ്റ്റന്റ് കമ്മീഷണർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നു.